bells. Today Monday Thursday, Holy Week के यात्रा में मुंबई क्राइस्ट आर्मी के साथ let's get together. പരസ്പര സ്നേഹത്തിന്റെ പ്രസഹ തിരുനാളിൽ നമുക്കും ക്രൈസ്റ്റ് ആർമിയോടൊപ്പം ആനന്ദ ചൂടുകൾ വെക്കാം. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകം അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാൽ. അഭിഷേകം അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാൽ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. നമ്മൾ കുർബാനയ്ക്ക് പോവാറില്ലേ? ഇന്ന് നമുക്ക് കുർബാനയെ കുറിച്ച് ചിന്തിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് സൗഖ്യത്തെക്കുറിച്ചാണ്. വീട്ടിൽ പോയി നിങ്ങൾ എല്ലാവരും ചിന്തിച്ചോ?
അനുഭവിച്ച സൗഖ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞു ഈശോയ്ക്ക്? ഇന്നത്തെ പ്രത്യേകത എന്താ? മോണ്ടി തേഴ്സ്ഡേ. നമ്മൾ പെസഹ വ്യാഴാഴ്ച എന്നും കൂടി പറയും. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. ഈ പെസഹ വ്യാഴാഴ്ച എന്താ നിങ്ങൾക്കറിയാവോ? പള്ളിയിൽ നടക്കുന്ന കർമ്മങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലേ? അച്ഛൻ കാല് കഴുകി മുത്തുന്ന ശുശ്രൂഷ കണ്ടിട്ടുണ്ടോ? ഓൾട്ടർ ബോയ്സ് അല്ലെങ്കിൽ പപ്പമാരിരുന്ന് അച്ഛൻ വന്ന് അച്ഛൻ്റെ വെസ്റ്റ്മെൻസ് ഊരിയിട്ട് അച്ഛൻ കാല് കഴുകി മുത്തുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടു കാണൂല്ലേ? കാണാത്തവരാരും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ പെസഹ വ്യാഴാഴ്ച കാല് കഴുകൽ ശുശ്രൂഷ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ അവിടെ. അതുപോലെ നമ്മൾ ബലി അർപ്പിച്ച്, നിങ്ങളുടെ പള്ളിയിലൊക്കെ ആരാധനയുണ്ടോ ആ ദിവസം? ഇല്ലേ? ഫുൾ ഡേ ആരാധന വയ്ക്കും. രാത്രിയിൽ ആരാധിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. അത്രയും വളരെ പ്രാധാന്യം നിറഞ്ഞൊരു ദിവസമാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പെസഹ വ്യാഴാഴ്ച. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ? കടന്നു പോകൽ. എന്താ അതിൻ്റെ അർത്ഥം? കടന്നു പോകൽ. അത് ഈജിപ്ത്, ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ മോശേനെ ദൈവം അയച്ച് എന്ത് ചെയ്തു? അവരെ ആ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് അവർ വന്ന ആ ദിവസമാണ്. ആ അടിമത്തത്തിൽ നിന്ന് അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ആ ദിവസമാണ് എന്തായിട്ട് നമ്മൾ ആചരിക്കുന്നത്? പെസഹായിട്ട് ആചരിക്കുന്നത്. അത് പഴയ നിയമത്തിലെ കാര്യം. നമുക്ക് പുതിയ നിയമത്തിൻ്റെ കാര്യം ചിന്തിക്കാം. പുതിയ നിയമത്തിൽ പെസഹ വ്യാഴാഴ്ചയാണിന്ന് നമ്മൾ, അല്ലേ? പെസഹ വ്യാഴാഴ്ച നമ്മുടെ വീട്ടിൽ അപ്പം മുറിക്കും. പക്ഷേ ഈ പെസഹ, ഈ കടന്നു പോക്കൽ നമ്മൾ എല്ലാ ദിവസവും ആചരിക്കുന്നത്. എല്ലാ ദിവസവും പെസഹ ആചരിക്കുന്നുണ്ടോ നമ്മൾ? ഉണ്ടോ? എവിടെ ആചരിക്കുന്നത്? പള്ളിയിലെ. വെരി ഗുഡ്. നിങ്ങളെല്ലാം മിടുക്കരായതുകൊണ്ടാണ്. സാധാരണ എല്ലാവരോടും ചോദിച്ചാൽ പറയും, സിസ്റ്റർ ആ പെസഹ മോണ്ടി തേഴ്സ്ഡേ അല്ലേ? അല്ല, എല്ലാ ദിവസവും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അതാണ് ബലി അർപ്പണം. എന്താണത്? അല്ലേ? അന്നാ പാട്ട് എങ്ങനെയാ? നമ്മുടെ കുർബാനയുടെ ആദ്യത്തെ പാട്ട് തന്നെ തുടങ്ങുന്നത് എങ്ങനെയാ? അന്നാ പെസഹ തിരുനാളിൽ. ആ ഓർമ്മയാണ് നമ്മൾ നമ്മുടെ കുർബാനയിൽ, ബലി അർപ്പണത്തിൽ നമ്മൾ ഓർക്കുന്നത്. പെസഹ വ്യാഴാഴ്ചയാണ് ഈശോ എന്ത് ചെയ്തത്? അപ്പം ഉയർത്തി വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിയത്. ആ ശിഷ്യഗണത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? യൂദാസ് ഉണ്ടായിരുന്നു അവിടെ. യൂദാസും ആ ശിഷ്യഗണത്തിലുണ്ടായിരുന്നു അല്ലേ? ഈശോയെ ഒറ്റിക്കൊടുക്കാനിരുന്നത് യൂദാസാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈശോ മാറ്റി നിർത്തിയോ യൂദാസിനെ? നീ വരണ്ട കേട്ടോ, നീ എൻ്റെ കൂട്ടത്തിലില്ലാത്തതുകൊണ്ട് നീ മാറി നിന്നു, നിനക്ക് ഞാൻ തരില്ല എന്ന് ഈശോ പറഞ്ഞോ? ഇല്ല. അതാണ് ഈശോയുടെ സ്നേഹം. അന്ന് പെസഹ വ്യാഴാഴ്ചയാണ് ഒരു പുതിയ ഉടമ്പടി, ന്യൂ കമാൻഡ്മെൻറ്റ് ഈശോ നമുക്ക് തരുന്നത്. ആ ഉടമ്പടി എന്താ? സ്നേഹത്തിൻ്റെ ഉടമ്പടി. എന്തിൻ്റെ ഉടമ്പടിയാ? സ്നേഹത്തിൻ്റെ ഉടമ്പടി. നിങ്ങൾക്കൊക്കെ സ്നേഹിക്കാൻ അറിയോ? എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുക? തോളത്ത് കൈയിട്ട് സ്നേഹിക്കും. പിന്നെ ഹെൽപ്പ് ചെയ്ത് സ്നേഹിക്കും. വെരി ഗുഡ്. പിന്നെ നമ്മൾ ഷെയർ ചെയ്ത് സ്നേഹിക്കും. ഉള്ളത് നമ്മൾ പങ്കിട്ട് ഷെയർ ചെയ്യും. ഈ ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ സിസ്റ്റർ ഒരു കാര്യം പറയട്ടെ. നമ്മൾ കണ്ടോ ഈശോ അത് വാഴ്ത്തി ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും എന്നാണ് പറഞ്ഞു നോക്കുന്നത്. കൂദാശവചനത്തിൽ നമ്മൾ കേൾക്കാറില്ലേ? എങ്ങനെയാ? ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അപ്പോൾ ഈശോ സ്ഥാപിച്ചതാണ് എന്ത്? വിശുദ്ധ കുർബാന. ഓരോ ദിവസവും നമ്മൾ ബലി അർപ്പിക്കുന്നത് അത് എന്തോർത്തിട്ട്? അന്നാ പെസഹ നാളിൽ ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി നൽകി. അപ്പോൾ ഈശോ ആ അപ്പം മുറിക്കുന്നത് സ്വന്തം ശരീരമാണ്. നെക്സ്റ്റ് ഡേ എന്താ നടക്കാൻ പോകുന്നത്? ഈശോ മരിക്കുക നമുക്ക് വേണ്ടി കുരിശിൽ, അല്ലേ? അപ്പോൾ ആ അപ്പം മുറിക്കൽ സ്വന്തം ശരീരം എന്താ ചെയ്യണം? ഈശോ മുറിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്യാം. മോള് പറഞ്ഞില്ലേ നമ്മൾ ഷെയർ ചെയ്യണം. വിശുദ്ധ ബലിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ, കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ ഓർക്കണം, ഈശോയെ എൻ്റെ ജീവിതത്തിലും എൻ്റെ ബോഡി ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് മുറിച്ച് കൊടുക്കണം. മുറിയൽ എന്ന് പറയുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾ മുറിഞ്ഞാൽ മതി. ചിലപ്പോൾ മമ്മി ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. ചെയ്തു പഠിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അവിടെ കൃപയുണ്ടാവും. നിങ്ങൾ മുറിച്ച് നിങ്ങളെ തന്നെ കൊടുക്കും. ആ സമയത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ മുറിക്കാൻ. ഇഷ്ടമുള്ള ഡ്രസ്സാണ് കടയിൽ പോകുമ്പോൾ, പക്ഷെ മമ്മിയുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമ്മൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണോ? അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വിഷമം ഉണ്ടാവില്ലേ? അതാണ് മുറിയൽ. അതെന്താണത്? ഒരു കഥ സിസ്റ്റർ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. നിങ്ങളെല്ലാവരും ആദ്യ കുർബാന സ്വീകരിച്ചവരാണോ? കുർബാന സ്വീകരിക്കാത്തവരൊന്ന് കൈപ്പൊക്കിക്കേ. ഓക്കെ. നിങ്ങൾക്ക് വേണ്ടിയാണ് സിസ്റ്റർ ഈ കഥ പറയുന്നത്. പണ്ട് ഒരു വിശുദ്ധ ഉണ്ടായിരുന്നു. വിശുദ്ധ ആയിട്ടില്ല, ബ്ലെസ്സഡ് ആണ്. ബ്ലെസ്സഡ് എമിൽഡ ലാംബർത്തീനി. എന്താണ്? എമിൽഡ എന്ന് പറഞ്ഞാൽ മതി. ബ്ലെസ്സഡ് എമിൽഡ സിസ്റ്റർ ആകാൻ വേണ്ടി ഒരു കോൺവെൻറ്റിൽ ചേർന്നൊരു കൊച്ചാണ്.
സിസ്റ്റർ ആവാൻ 9-ാം വയസ്സിലാണ് ആ മകള് സിസ്റ്റർ ആവാൻ ചേരുന്നത്. 9-ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചിട്ടില്ല. പണ്ട് കാലത്ത് ആദ്യ കുർബാന സ്വീകരിക്കാതെ തന്നെ നമ്മുടെ ആഗ്രഹം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മളെ കോൺവെൻറ്റിൽ ചേരാനായിട്ട് സ്വീകരിക്കാറുണ്ട്. ഈ മകളും അതുപോലെ ആദ്യ കുർബാന സ്വീകരിക്കാതെ മഠത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ഈ സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ ആദ്യ കുർബാന നമ്മൾ കണ്ടിട്ടില്ലേ, പള്ളിയിലെ ഓരോ ലൈനിൽ ഇങ്ങനെ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ ഇവൾക്കും ഭയങ്കര ആഗ്രഹമാണ്. എന്താ ഇവളുടെ ആഗ്രഹം? ഈശോയെ സ്വീകരിക്കണം. ഇമിൽഡയ്ക്ക് ഈശോയെ സ്വീകരിക്കാൻ അതിയായ കൊതിയായിരുന്നു. പക്ഷേ അവളുടെ ഏജ് ആവാത്തതുകൊണ്ട് അവൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഈ സിസ്റ്റർമാർ ലൈനിൽ ഈശോയെ സ്വീകരിക്കാൻ പോകുമ്പോൾ ഇവളിങ്ങനെ കൊതിയോടെ ഇരിക്കും. എന്നിട്ട് ഒരു ദിവസം അവളെ നോക്കണ സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് അവളൊരു കാര്യം പറയും. സിസ്റ്റേ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈശോയെ സ്വീകരിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്നതെന്ന് എങ്ങനെയാണ് ചോദിക്കുക. ഈശോയെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദൈവം, നമ്മുടെ രാജാവ്, സർവശക്തനായ തമ്പുരാനെ നാവിൽ സ്വീകരിച്ചിട്ട് എങ്ങനെയാണ് സിസ്റ്റർ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുക? ക്യാൻ യു ഇമാജിൻ? നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ആ കുഞ്ഞി ബാലിക, ആ ബ്ലെസ്സഡ് ഇമൽഡയുടെ ആ തോട്ട് കണ്ടോ? ഈശോയാണ് സിസ്റ്റർ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം സിസ്റ്റർ അവൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള കുറേ ഉത്തരമൊക്കെ കൊടുത്ത് പറഞ്ഞു, മോളെ ഈശോ നമ്മളെ ശക്തിപ്പെടുത്തുക, ഈശോ ഹൃദയത്തിലുണ്ടെന്ന്. പക്ഷെ അവളുടെ മനസ്സിൽ എന്താണെന്നറിയോ? ഈശോയെ നാവി സ്വീകരിച്ച് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? ഈശോ നാവിൽ വരുമ്പോൾ എന്താ അനുഭവം നമുക്ക് ഉണ്ടാവുന്നത്? അങ്ങനെ ആലോചിച്ച് കുറേ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ഞായറാഴ്ച ആരും ചാപ്പലിലില്ലായിരുന്നു. അവൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ, മാലാഖമാർക്ക് പോലും കൊതിയാവും അല്ലേ? മാലാഖമാർ ഈശോയെ സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല. മനുഷ്യർ ഈശോയെ സ്വീകരിക്കുന്നത് കൊണ്ട് മാലാഖമാർക്ക് പോലും അസൂയ തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു മഹാഭാഗ്യം എനിക്ക് നിനക്ക് തന്നൂടെയെന്ന്, എനിക്കും നിന്നെ രുചിച്ചറിയാനുള്ള വലിയ ഭാഗ്യം നിനക്ക് തന്നൂടെയെന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുക. എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് ഈശോയെ, എനിക്ക് മാത്രം സ്വീകരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേഗം ഈശോയെ സ്വീകരിക്കണം. ആ കൊതി അവൾ ഈശോയോട് പറയുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കില്ല മക്കളെ, എന്ത് സംഭവിച്ചു എന്നറിയോ? സക്രാരിയിൽ നിന്ന് ഒരു ഓസ്തി, അതായത് തിരുവോസ്തി അവളുടെ അരികിലേക്ക് വന്ന് അവൾ കണ്ണടച്ച് പ്രാർത്ഥിക്കും. അവൾ ഇതൊന്നും കാണുന്നില്ല. അവളുടെ ചുറ്റിനും അവളുടെ ശിരസിന് മീതെ ചുറ്റുകയായിരുന്നു. അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർമാരെല്ലാം ചാപ്പലിലേക്ക് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുക ഇതിങ്ങനെ സംഭവിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ നാവ് നീട്ടി ആ തിരുവോസ്തി, അവളുടെ ശിരസിൻ്റെ മുകളിലുണ്ടായിരുന്ന തിരുവോസ്തി എവിടേക്ക് വന്ന് വീണു? അവളുടെ നാവിൽ വന്ന് വീണു. അവൾ ഈശോയെ സ്വീകരിച്ച് കണ്ണടച്ച് ആ മുട്ടുമ്പോൾ ഇങ്ങനെ നിൽക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാർ, അവൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞോളൂ, ഈ അത്ഭുതം കണ്ട സിസ്റ്റർമാർ ചെന്ന് അവളെ വിളിച്ചപ്പോൾ അവൾ മരിച്ചിരുന്നു. അവൾ പറഞ്ഞില്ലേ എന്നാ ആ മകൾ ചോദിച്ചത്? ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു മനുഷ്യന് ജീവനോടെ ഇരിക്കാൻ സാധിക്കുക? ശരിയാണ് അവളുടെ ചോദ്യം. അവൾ ഈശോയെ സ്വീകരിച്ച ആ നിമിഷം തന്നെ എന്ത് സംഭവിച്ചു? ഈശോ അവളെ കൂട്ടിക്കൊണ്ട് പോയി. ഈശോയും അവളും ഒന്നായി തീർന്നു. എമ്മളുടെ പോലെ നിങ്ങൾക്കും ആഗ്രഹമില്ലേ ഈശോയെ സ്വീകരിക്കണമെന്നും ഈശോയുടെ ആ ശക്തി പൂർണ്ണമായും ജീവിതത്തിൽ ഏറ്റുവാങ്ങണമെന്നും? ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദിവ്യകാരുണ്യമായി നമ്മുടെ മുൻപിലായിരിക്കുന്ന ഈശോയെ അനുദിനം സ്നേഹിക്കാനും കൂടെ ഇരിക്കാനും നമ്മൾ പഠിക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദിവ്യകാരുണ്യ ആരാധനയിലോ വിശുദ്ധ കുർബാനയിലോ എന്തെങ്കിലും ഈശോയുടെ മുഖം കാണാനോ അല്ലെങ്കിൽ സ്വരം കേൾക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ദിവ്യകാരുണ്യമായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? എൻ്റെ പേര് ആഞ്ചലീന. എനിക്ക് ചെറുപ്പത്തിലുണ്ടായ ഒരു ദിവ്യകാരുണ്യ അനുഭവമാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ പപ്പായും എൻ്റെ മമ്മിയും എൻ്റെ അനിയനുമാണുള്ളത്. ഞാൻ 4ാം ക്ലാസ് വെക്കേഷൻ്റെ സമയത്ത് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ധ്യാനത്തിൽ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക, നിങ്ങൾക്ക് ഈശോയെ കാണാൻ സാധിക്കും. എനിക്ക് ഈശോയെ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഈശോ ഒരു കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതൊരു വലിയ തിരുവോസ്തിയായ കാരണം അത് ഞാൻ ക്ലിയറായി കണ്ടു. ഈ അനുഭവത്തിന് ശേഷം ഞാൻ എപ്പോഴൊക്കെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നുവോ അല്ലെങ്കിൽ ആരാധനയിൽ സംബന്ധിക്കുന്നുവോ എനിക്ക് ഈശോ ഉണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കുന്നു. താങ്ക് യു. മോള് മിടുക്കിയായിട്ട് പറഞ്ഞു കേട്ടോ. നമ്മൾ കേട്ടില്ലേ ആഞ്ചല പറഞ്ഞത്? ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുഖം കാണാനായിട്ട് ക്ലിയറായിട്ട് കാണാൻ സാധിച്ചു എന്ന്.
നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസത്തോടു കൂടി ദിവ്യകാരുണ്യത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി നമ്മളും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ നമുക്കും ഇത് സാധിക്കും. കുറേ കുഞ്ഞുങ്ങൾ സിസ്റ്ററിനോട് വന്ന് പറഞ്ഞു, സിസ്റ്ററെ മാലാഖയെ കണ്ടിട്ടുണ്ട്, മാതാവിനെ കണ്ടിട്ടുണ്ട് തിരുവോസ്തിക്കുള്ളിൽ. അപ്പോൾ അതൊക്കെ വെറും ഒരു കാഴ്ചയല്ല. നമ്മുടെ ബാഹ്യ നേത്രം വിട്ട് ആന്തരികമായ നേത്രം കൊണ്ട് നമ്മൾ ഈശോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈശോ അവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ സംശയിക്കുകയല്ലേ, അത് വെറും ബ്രെഡാണോ അപ്പമാണോ, ഈശോ ശരിക്കും ഉണ്ടോ? അങ്ങനെ സംശയിച്ചാൽ അങ്ങനെ ഈശോയെ കാണാൻ നമുക്ക് സാധിക്കില്ല. വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം പള്ളിയിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം, ഈശോയെ നിന്നെ കാണുവാനുള്ള കൃപ എനിക്ക് നൽകണമെന്നേ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിക്കും. ഇച്ചിരി കൂടി ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ ആ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് കഴിയുമ്പോൾ ആ ദിവ്യകാരുണ്യ സ്നേഹം മറ്റുള്ളവർക്കും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ പാട്ടറിയാമോ? നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു പാട്ട് പാടി കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിച്ചൊന്ന് പാട്ടിലൂടെ നമുക്ക് ഇന്നൊന്ന് പ്രാർത്ഥിക്കാം. അഗസ്തീനോസ് പറയുന്നു, പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്ന്, അല്ലേ? അപ്പം ഇന്ന് പാട്ടിലൂടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു, ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണേ, നിന്നെ കാണുവാനുള്ള കൃപ എനിക്ക് എൻ്റെ ഈ ബാഹ്യമായ നേത്രങ്ങൾക്ക് ആ ഭാഗ്യം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പാടാം. റിനി സിസ്റ്റർ പറഞ്ഞു തന്നില്ലേ, അതിലൂടെ കുർബാനയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ആ ചിന്തയുടെ ധ്യാനവുമായി ഒരു ഗാനത്തിലേക്ക്. ദിവ്യകാരുണ്യമായുള്ളിൽ വായും ഈശോയേ
പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം.